കർക്കിടകം കഴിഞ്ഞ് ചിങ്ങത്തെ വരവേൽക്കാൻ കണ്ണൂർ ജില്ലയിലെ പുഴാതി കാഞ്ഞിരത്തറയിൽ പതിവ് തെറ്റാതെ ഇത്തവണയും കാലൻപാട്ടുമായി കാലനെത്തി. ചിങ്ങത്തിന്റെ ഐശ്വര്യത്തിനായുള്ള അനുഗ്രഹം ചൊരിയുന്ന ശിവഭഗവാനാണ് കാലൻ എന്നാണ് വിശ്വാസം. കർക്കിടകത്തിന്റെ ആദികൾ അകറ്റുന്ന ഐശ്വര്യമാണ് കാലൻ അനുഗ്രഹിക്കുന്നത് എന്നും വിശ്വാസികൾ കരുതുന്നു. കാക്ക പോലും കണ്ണു തുറക്കാതെ മഴ തിമിർത്തു പെയ്യുന്ന കർക്കിടകം, ആദികളും വ്യാധികളും നിറഞ്ഞ പഞ്ഞമാസം, കാരാകർക്കിടകം എന്ന് തന്നെ വിളിപ്പേര്. ദുസ്സഹമായ ആ കാലം കഴിഞ്ഞാൽ പിന്നെ പൂവിളികളുമായി ചിങ്ങമെത്തുകയായി. ചുണുങ്ങി മഴ പെയ്യുന്ന ചിങ്ങത്തിലേക്കുള്ള ആ യാത്ര വറുതിക്കാലത്ത് നിന്ന് ഐശ്വര്യത്തിലേക്കുള്ള കാൽവെപ്പ് കൂടിയാണെന്നാണ് വിശ്വാസം. കഴിഞ്ഞുപോയ കറുത്ത നാളുകളിലെ ദുരിതങ്ങളെ അകറ്റി നന്മയുടെ അനുഗ്രഹം ചൊരിഞ്ഞ് കണ്ണൂർ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ ഇന്നും കാലൻ പാടിയെത്തുന്നുണ്ട്. കാലനെന്ത് ശിവഭഗവാൻ എന്നാണ് സങ്കല്പം. വീടുകളിലേക്ക് ഓടിക്കയറിയെത്തുന്ന കാലൻ ആദ്യം വീട്ടിൽ സൂക്ഷിച്ച നാളികേരം ഉമ്മറപ്പടിയിൽ ഉടയ്ക്കും. പിന്നീട് വീട് വലം വയ്ക്കും. വീട്ടിലുള്ള വിലപ്പെട്ടതൊക്കെയും ഒരു മുറത്തിൽ വെച്ചാണ് കാലനെ സ്വീകരിക്കുക. കർക്കിടക മാസത്തെ ആദ്യം വ്യാധിയൊക്കെ കഴിഞ്ഞ് ചിങ്ങത്തെ വരവേൽക്കുന്നതിന് സംബന്ധമായിട്ടുള്ളതാണ് ഈ കാലമ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാം. കാലൻ എന്ന് പറയുന്നത് ശിവനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മണ്ഡപവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഐതിഹ്യം അങ്ങനെ വരുന്നത്. വീടുകളിലെത്തുമ്പോൾ സാധാരണ രീതിയിൽ നമുക്കിപ്പം മറ്റുള്ള ഈ വേടമ്പാട്ട് പോലെ തന്നെ നമ്മളെ ഈ കാലിനെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് അവർ മുറം ഒഴിഞ്ഞു വെക്കുമെന്ന് പറയും. സമൃദ്ധി എന്ന് പറയുന്നത് ഒന്ന് കൊടുക്കുമ്പോഴാണ് കൂടുതൽ കിട്ടുക. അപ്പോൾ അതിൻ്റെ ഒരു ഐതിഹ്യമായിട്ടാണ് അവരടിക്ക് ഉള്ളത് എന്തൊക്കെയാണോ അവരെ വീട്ടിലുള്ളത് അതൊക്കെ അവരതിൻ്റെ അകത്ത് മുറ ഒഴിഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെ തേങ്ങയാണ്. ഭവനത്തിന് വലം വെച്ചിട്ട് തേങ്ങ അടിക്കും. പിന്നെ ഉരുസി കഴിഞ്ഞിട്ട് സാധാരണ രീതിയിൽ ഉരുസി കഴിഞ്ഞിട്ട് വീടുകളിൽ കയറിയിറങ്ങിയും വഴിയിൽ കണ്ടവരെയും പൊയ്മുഖം വെച്ച ദൈവസങ്കല്പം അനുഗ്രഹിക്കും. അത്തപ്പൂക്കളം വിരിച്ച മുറ്റങ്ങളിൽ നിന്ന് അടുത്ത വീടുകളിലേക്കുള്ള കാലന്റെ യാത്ര നാട് കൈവിടാത്ത ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ച കൂടിയാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.